Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും കറുമുറുമായിട്ടുള്ള നമ്മളുടെ ബട്ടർ മുറുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളുടെ നാട്ടിലെ ചക്ലി റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഞാനില്ലേ എപ്പോഴും ഇതിന് ഉണ്ടാക്കാറുള്ള ചക്ലിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കലുണ്ട് ഇതിൻ്റെ റെസിപ്പി. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് അജ്മീൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊരു 1.5 കപ്പ് വേണം. നമ്മളെ നാട്ടിലത്തെ സാധാ പത്തലിൻ്റെ പൊടിയില്ല, അത് എടുക്കരുത്. എപ്പോഴും അതിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് അത് ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് എന്തായാലും അത് സോഫ്റ്റായിട്ട് പോകുന്നു. അതുകൊണ്ട് നൈസ് പത്തിരിയുടെ പൊടിയില്ലേ, അത് ഈസ്റ്റേൺ ആണെങ്കിൽ ഏത് കമ്പനീൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, അത് തന്നെ എടുക്കണം. പച്ചരിപ്പൊടിയാണ് ഈ നൈസ് പത്തിരി പൊടി. അപ്പോൾ ഇതിലേക്ക് പൊട്ടുകടലയില്ലേ, നമ്മൾ കടലപ്പം ഉണ്ടാക്കുന്ന കടലാച്ചി ഉണ്ടാക്കുന്നതിൻ്റെ കടലയില്ലേ, ആ കടലയാണ് കേട്ടോ. ആ കടല 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ട് വരണം. പത്തലിൻ്റെ പൊടി എങ്ങനെ നൈസ് ഉണ്ട് അങ്ങനെ. ഇത് ഞാൻ ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. 1 ടേബിൾ സ്പൂണ് ബട്ടർ എന്തായാലും ഇട്ട് കൊടുക്കണം അതിലേക്ക്. എന്നിട്ടായിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് കായപ്പൊടിയില്ലേ, അതൊരു 1/4 ടീസ്പൂണിന് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകയില്ലേ, കുമിൻ സീഡ്, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത എള്ളാണ് പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂണ്. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അയമോദകയില്ലേ, അയമോദകം അജ്വൈൻ എന്നൊക്കെ പറയും, അതാണ് ഒരു 1/4 ടീസ്പൂണിന് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കൊടുത്തിട്ടായിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക തരം രുചി തന്നെയാണ് ഉള്ളത്. നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കൂല, അതിനും കാട്ടി നല്ല ടേസ്റ്റാണ് ഈ ബട്ടർ മുറുക്കിനുള്ളത്. ഇപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. നല്ല ചൂടുവെള്ളം തന്നെ വേണം. അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ നമുക്കിതിനെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അതൊരു 1.25 കപ്പിന് മേലെ ഞാൻ ഈ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് നമ്മളുടെ പൊട്ടുകടലയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊട്ടുകടല 1/2 കപ്പ് എടുത്തിട്ട് അതിനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നോർമൽ ചക്ലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉഴുന്ന് വെച്ചിട്ടാണ് ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ളത്. ഇത് 1.25 കപ്പ് പെർഫെക്റ്റ് ആയിട്ട് ഇതിലേക്ക് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേനും അത് കുഴഞ്ഞിട്ട് നല്ല മാവിൻ പരുവമായിട്ട് കിട്ടുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് റോളാക്കി ചുറ്റുന്ന ടൈമിലില്ല മുറുക്ക്, അപ്പോൾ അത് പെട്ടെന്ന് വിട്ട് പോവും. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ ചൂടാകുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഈ സേവനാഴിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാണ്ട് മാവ്. ഇത് ബട്ടർ പേപ്പറാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലെ അകത്തേക്ക് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ഇതിൽ നിന്ന് വിട്ട് കിട്ടും. അവിടെ ഇവിടെയൊക്കെ പെട്ടെന്ന് മാവൊന്നും അതിൽ അടക്ക ആയിട്ടൊന്നും പിടിച്ചിട്ടൊന്നും നിൽക്കില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിനാണ് ഈ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ മുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മുറുക്കൊക്കെ കിട്ടും. ഇതിൻ്റെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് പച്ചവെള്ളത്തിൽ കുഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിട്ട് പോയിട്ട് നമുക്ക് മുറുക്കിന് ഇങ്ങനെ ചുറ്റിയെടുക്കുന്നില്ല. അങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മാവാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ സേവനാഴിയിൽ ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സേവനാഴിൻ്റെ അറ്റത്തുള്ള അച്ചിൻ്റെ ഉണ്ടാവില്ലേ, 4-5 അച്ച് ഉണ്ടാവും. അതിൽ ആ മുറുക്കുള്ള സ്റ്റാറുള്ള അച്ചില്ലേ, ഹോൾസ്, അതാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളത്. എന്നിട്ട് ഇത് ആ ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചുറ്റിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് വിട്ട് കിട്ടും. നമ്മൾ പ്ലേറ്റിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇല്ലേ, അത് നമ്മൾ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ചട്ടകം വെച്ചിട്ടാൻ പറ്റുവാണോ അതിനെടുത്തിട്ട് എണ്ണയിലേക്ക് ഇടാൻ. ഇതെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇങ്ങനെ എടുത്തെടുത്ത് ഇടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓയിലിൻ്റെ ചൂട്
പെർഫെക്റ്റ് ആയിരിക്കണം. നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും പൊരിച്ചെടുക്കാൻ പാടില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഇതുപോലത്തെ മുറുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പുറമെ പെട്ടെന്ന് കളർ മാറും, അകത്ത് തീരെ വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അത് സോഫ്റ്റായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ അവിടെ 3 ആദ്യം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് 3 ഇട്ട് കൊടുത്തിയാണ്. അപ്പോൾ അത് അവിടെ ആകുമ്പോഴത്തേന് ഞാൻ ഒരു 7 ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് ഇത് ഒരു സൈഡ് ഗോൾഡൻ കളർ ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അതിനെ തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2 സൈഡും ഗോൾഡൻ കളറായിട്ടാകുമ്പോൾ നമുക്ക് അതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിന്ന് ഇളകി പോരുന്നുണ്ട്. ഒട്ടും പൊടിഞ്ഞിട്ടൊന്നും പോകുന്നുമില്ല. നല്ല പെട്ടെന്ന് തന്നെ ഇതിന്ന് ഇളകിയിട്ടാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇതിലിട്ട പാട് നമ്മൾ അതിനെ തിരിച്ചിടാൻ പോവരുത്. നല്ല ഗോൾഡൻ കളർ ആവും. ആ സമയത്ത് വേണം നമ്മൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാൻ. ഇട്ട വഴിക്ക് തന്നെ നമ്മൾ അതിനെ തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം പൊട്ടിപ്പോവും. അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതും ഇല്ല, എല്ലാം പൊട്ടിയിട്ടായിരിക്കും കിട്ടുന്നുള്ളത്. അപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ കളർ ആവുന്നത് വരെ കുറച്ച് വെയിറ്റ് ആക്കണം. അതും ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും വെയിറ്റ് ആക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇതിനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, എത്ര പെട്ടെന്നല്ലേ നമുക്ക് ഈ മുറുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ സ്വാദ് ഒന്നും പറയാനില്ല. ഭയങ്കര ടേസ്റ്റ് തന്നെ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് വെറുതെ എന്ന് വിചാരിക്കും. അതിനും കാട്ടി നല്ല ടേസ്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് എണ്ണ ഒന്നും അങ്ങനെ തീരെ കുടിക്കുന്നില്ല. എണ്ണ ഒന്നും കുടിക്കാതെ നല്ല ബട്ടർ മുറുക്ക് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇത് തയ്യാറാക്കി നോക്ക്. ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടും, പിന്നെ ടിഫിൻ ബോക്സിലൊക്കെ എൻ്റെ മക്കൾക്കൊക്കെ ഇതുപോലത്തെ ഐറ്റംസാണ് ഇഷ്ടം. അപ്പോൾ കൂടുതലും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കിയിട്ട് നോക്കാം. പെരുന്നാളുടെ അപ്പത്തിൻ്റെയൊക്കെ മക്കൾക്ക് ഈ ചക്ലി കൂടി നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ അളവ് പെർഫെക്റ്റ് ആയിട്ട് കാണിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം ക്രിസ്പി ആയിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടില്ലേന്ന്. നല്ല കറുമുറാന്ന്. എത്ര ദിവസമാണെങ്കിൽ അത് നമുക്ക് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. ഇവിടെ ആണെങ്കിൽ ഒരു 3-4 മാസമൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അത്രയൊന്നും എത്തലില്ല, അത് വേറെ കഥ. നാട്ടിലാണെങ്കിൽ 1 മാസത്തിന് മേലെ ഇത് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. ഇത് എളുപ്പത്തിൽ സെയിൽ ചെയ്യാനും പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.